ഗൈസ്, അങ്ങനെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ചെറിയൊരു ലോക്കൽ ബ്ലോഗുമായിട്ട് വന്നേക്കുവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി തൊടുപുഴയിലാണ്. തൊടുപുഴ KSRTC സ്റ്റാൻഡ് ചെയ്ത് നേരെ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. ഞാൻ തൊടുപുഴയിലെ ഒരു ആവശ്യത്തിന് വന്നതാണ്. അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഒരു ചെറിയ ബ്ലോഗ് കൂടെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളാണ്. ഇവിടെയൊക്കെ കൂടുതൽ ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട്. കോട്ടയം, പാല, തൊടുപുഴ ഏരിയകളിൽ നല്ല അടിപൊളി ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കാൻ ചാൻസുള്ള ഏരിയയാണ്. ഒരുപാട് പള്ളികളും അച്ചായന്മാരൊക്കെ താമസിക്കുന്ന ഏരിയ ആണല്ലോ. പള്ളിമേടയിൽ മെല്ലെ മണികൾ മുഴങ്ങി മാലോകരാനന്ദമോടുണർന്നിതായും തോരണങ്ങൾ ചാത്തി തിരികൾ കത്തിച്ചും പൂമരങ്ങൾ ഒരുക്കിയും നാമനെ മലരെ പള്ളിമേടയിൽ മെല്ലെ തൊടുപുഴ സിറ്റിയിലൂടെ നടന്നിങ്ങനെ വന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം. ഫുൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു റാലി. അതിൽ പ്രായമുള്ളവരും കൊച്ചു പിള്ളേരും എല്ലാ ആൾക്കാരും ഉണ്ട്. ഭയങ്കര രസം തന്നെ. എല്ലാവരും പലതരത്തിലുള്ള ബലൂണുകൾ ചുവപ്പും വൈറ്റും വീർപ്പിച്ചുകൊണ്ട് വലിയൊരു സംഭവമാക്കി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി തന്നെ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ തൊടുപുഴ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു വലിയ മാളിലാണ്. ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു മാളെന്ന് പറയാം. തൊടുപുഴ അങ്ങനെ വലിയ മാളുകളൊന്നുമില്ല. ഇത് KSRTC സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ടുള്ളതാണ്. ഇവിടെ മൊത്തം ഈ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതുണ്ടല്ലോ ഈ ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. KSRTC സ്റ്റാൻഡിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. നല്ല ബസ്സുകളൊക്കെ ഇറങ്ങി പോകുന്നു. അത്ര വലിയ സംഭവബഹുലമായിട്ടുള്ള ഒരു KSRTC സ്റ്റാൻഡല്ല യഥാർത്ഥത്തിൽ. ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഏറ്റവും വലിയ സ്റ്റാൻഡ്. ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നതും യാത്ര ചെയ്യുന്നതൊക്കെ. ഇതാണ് KSRTC സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗം. കുറച്ച് ബസ്സുകളൊക്കെ കിടപ്പുണ്ട്. നമ്മളെ ട്രിവാൻഡ്രത്തേക്ക് ഒറ്റ ബസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇവിടുന്ന് ബസ് ഉണ്ടോ എന്നറിയത്തില്ല. എന്തായാലും നോക്കട്ടെ. ഞാൻ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് ഒരു ബസ് റെഡിയായി കിടക്കുമായിരുന്നു. അങ്ങനെ അതിൽ പെട്ടെന്ന് കയറി. ഭാഗ്യത്തിന് ഫ്രണ്ട് സീറ്റ് കിട്ടി. ഇവിടെ ഇരുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ നേരെ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടാണ്.
തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ ബസ് കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാൻഡും ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നതുമായിട്ടുള്ള ഒരു വലിയ സ്റ്റാൻഡ് തന്നെയാണിത്. KSRTC സ്റ്റാൻഡിനെക്കാട്ടി നല്ല വിപുലീകരിച്ച് വലിയ രീതിയിൽ സംഭവങ്ങളാക്കിയിട്ടുള്ള ഒരു വലിയ സ്റ്റാൻഡ് എന്ന് തന്നെ പറയാം. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കരോൾ സംഘം ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവരുടെ ജാഥ ആ ഒരു സൈഡിലൂടെ കടന്നു പോകുന്നതിനെ കൊണ്ട് മറ്റുള്ള വണ്ടികൾക്ക് കടന്നു പോകാനുള്ള സ്ഥലമൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു ടൈറ്റിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം നല്ല നീണ്ടു കിടക്കുന്ന ജാഥയാണല്ലോ. കുറച്ച് നേരം ഇങ്ങനെ ടൈറ്റ് അടിച്ച് പോവേണ്ടതായിട്ട് വരും. തിരക്കെല്ലാം കഴിഞ്ഞ് നല്ല ഫ്രീ ആയി ബസ് ഇപ്പോൾ നേരെ കോട്ടയം ഭാഗത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പാലാ ബസ് സ്റ്റാൻഡ് വരും. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എന്തുവാണെന്നുള്ളത് അറിയാൻ പറ്റും. അവിടെയൊക്കെ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ക്രിസ്മസ് ആഘോഷങ്ങളാണ് നടക്കുന്നത്. ക്രിസ്മസിന് 2 ദിവസം മുന്നേ ഉള്ള യാത്രയായതിനെക്കൊണ്ട് ഈ ഒരു ഏരിയ എല്ലാം നല്ല വെടിക്കെട്ടായിട്ടുള്ള പരിപാടികളാണ്.
ബസ് ഇപ്പോൾ പാലാ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മുന്നിലായിട്ട് മറ്റൊരു സൂപ്പർ ഫാസ്റ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിലേക്ക്, വയനാട്ടിലേക്ക് പോകുന്ന ബസ്സാണ്. വീണ്ടും വലിയൊരു ബ്ലോക്കിലേക്കാണ് നമ്മുടെ ബസ് എന്ന് ഇറങ്ങുന്നത്. എല്ലാ സൈഡിലും ആഘോഷങ്ങൾ തന്നെയാണ്. ക്രിസ്മസ് സമയത്തൊക്കെ ഇതുവഴി യാത്ര ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി തന്നെ കേട്ടോ. ഇതാണെങ്കിൽ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയൊക്കെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ പോകുമായിരുന്നു. റോഡിൻ്റെ വലത് സൈഡ് ഫുള്ളായിട്ട് എന്തോ വലിയ ഒരു കരോളും സംഘങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. വണ്ടിയിലൊക്കെ അടിപൊളി പ്രോഗ്രാമുകളൊക്കെ വെച്ച് ഡാൻസും എല്ലാം കൂടെ ഒരു വല്ലാത്ത വൈബ് തന്നെ ഇവിടെ. ട്രാഫിക്കിലൊക്കെ പെട്ട് കിടന്നാലും വലുതായിട്ട് നമുക്ക് ബോറടിക്കത്തില്ല. കാരണം അത്രയും പ്രോഗ്രാമുകളാണ് എല്ലാ സൈഡിലും നടക്കുന്നത്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളും എല്ലായിടത്തും ആഘോഷം തന്നെ ഈ പാലാ ഭാഗത്ത്.
കോട്ടയം എത്താറായപ്പോൾ കണ്ടക്ടർ വന്ന് പറഞ്ഞു സീറ്റ് ഒന്ന് മാറി ബാക്കിലോട്ട് ഇരിക്കണമെന്ന്. കാരണം ഫ്രണ്ടിൽ പിന്നെ കണ്ടക്ടർക്ക് മാത്രമേ ഇരിക്കാൻ അനുമതിയുള്ളൂ രാത്രി സമയങ്ങളിൽ. കുറേ നേരത്തെ ട്രാഫിക്കും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്. നേരെ കോട്ടയം KSRTC സ്റ്റാൻഡിലോട്ട് നമ്മൾ ബസ് കയറാൻ പോവുകയാണ്. കോട്ടയം സ്റ്റാൻഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് നല്ലൊരു ബ്ലോക്കിൽ വന്ന് പെട്ടു. അസാധാരണമായിട്ടുള്ള ഒരു ബ്ലോക്ക്, ഒരു രക്ഷയില്ല, വണ്ടികളൊന്നും അനങ്ങുന്ന പോലും ഇല്ല. ചെറിയ രീതിക്ക് മാത്രം ഇങ്ങനെ കിടക്കുകയാണ്. നേരത്തെ ഇറങ്ങിയ ബസ്സൊക്കെ അവിടെ കിടക്കുന്ന കാണാം, അത്രയ്ക്കും ബ്ലോക്കാണ്. ഇത് നമ്മുടെ കോട്ടയം ലുലു മാളിലേക്കുള്ള തിരക്ക് തന്നെയായിരിക്കും. ലുലു മാൾ ഓപ്പൺ ആക്കിയിട്ട് വലിയ സമയമായിട്ടില്ല. ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആൾക്കാർ ഫുള്ള് വിസിറ്റ് ചെയ്യാണ്. ബസ് ലുലു മാളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഭീകരാവസ്ഥ എനിക്ക് മനസ്സിലായത്. അത്രയ്ക്കും തിരക്കാണ്. പാർക്കിംഗ് ഏരിയയിലൊന്നും ഇനി വണ്ടിയൊന്നും ഇടാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ആൾക്കാരാണ്. അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. മാള് ഓപ്പൺ ആക്കിയിട്ട് വലിയ ദിവസങ്ങളായിട്ടില്ലല്ലോ, അതിനെക്കൊണ്ടാണ് ഇത്രയും തിരക്ക്. എല്ലാവരും അവധിയെല്ലാം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ലുലു മാൾ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്, അതും വൈകുന്നേരം.